ഒരു അതിശയം തോന്നിയപ്പോഴേ എടുത്തതാണ് ആ വീഡിയോ കണ്ടില്ലേ നിങ്ങള്? അത് രാത്രി 12 മണിക്ക് ഒറ്റക്ക് ഒരു സ്ത്രീ എന്താ പറയാ എക്സസൈസ് ചെയ്യാണ്, ഓടുക, നടക്കുക, ചാടുക ഒക്കെയാണ്. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താ പറയാ ഒരു അത്ഭുതം, ഒരു കൗതുകം തോന്നിയപ്പോ ഒരു വീഡിയോ എടുത്താണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, എനിക്കുണ്ടല്ലോ ഒരു നാട്, ആ നാടിന്റെ സുരക്ഷയും ആ നാടിന്റെ ഒരു ഇതും ഞാൻ ഒന്ന് ഓർത്ത്. നമുക്കൊക്കെ ഉണ്ട്, നമ്മളെ കേരളം നല്ല എന്താ പറയാ എല്ലാ കാര്യത്തിലും സുരക്ഷയാണ്, ഒക്കെ ഓക്കെയാണ്. നമ്മളെ നാട്ടിൽ ഒരു 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടി ഒരു സ്ത്രീ ഒറ്റക്ക് നടന്നു പോവാണെന്നുണ്ടെങ്കിൽ, ഒരു വണ്ടിയിൽ ഒരു യാത്ര ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോ ബൈക്കുമ്പോ പോകുന്ന ആൾക്കാരാണെങ്കിലും നിർത്തിയിട്ട് ചോദിക്കും, എന്താ പറ്റി, എവിടുക്ക പോണ്, എന്താ ഞാൻ കൊണ്ടാക്കണേ, ഞാൻ വരണോ? ഇതല്ല അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുറെ കൂട്ടുകാരൊക്കെ കൂടി ഇരിക്കുമ്പോ ആ പെണ്ണ് മോശമാണെന്ന് തോന്നുന്നുണ്ട്, അവള് രാത്രിയൊക്കെ ഇറങ്ങി നടക്കുകയാണ്, അങ്ങനെയും പറയും. അവർക്കറിയാം അവര് നടക്കാൻ ഇറങ്ങിയതാണ്, അവർ ഇന്ന ഇറങ്ങിയതാന്നൊക്കെ അറിയാം. എന്നാലും പറച്ചിൽ എന്താണെന്ന് അറിയോ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ഇടട്ടാ. എന്റെ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും എന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോ ഇവിടെ ഇനിയിപ്പോ രാത്രിയല്ല, 12 മണിയല്ല, 1 മണിയല്ല, പുലർച്ചെയാണെന്നുണ്ടെങ്കിലും എത്ര നേരം വൈകിട്ടാണെങ്കിലും ഒരു സ്ത്രീ ഒറ്റക്ക് നടന്നു പോവാണെങ്കിലും, ഇനിയിപ്പോ എന്താ പറയാ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൂടി പോവാണെന്നുണ്ടെങ്കിലും ഒരാളും മൈൻഡ് ആക്കൂല. അവർക്ക് സുരക്ഷിതമായിട്ട് അവരെ സ്ഥലത്തെത്താം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചില നേരത്ത് പോലീസുകാർ കറങ്ങുണ്ടാവും, അവര് നമ്മളെടുത്തിട്ട് നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കി തരും. നമ്മളെ നാട്ടിലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെയാണ്. അപ്പൊ എന്താണ്, ഇവിടെ താമസിക്കുന്നത് മലയാളികൾ ഉണ്ടല്ലോ, ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. എന്നാ ഇവരൊക്കെ എന്താ ഇവിടെ എന്താ അങ്ങനത്തെ ഒരു കുരുത്തക്കെട് കളിക്കാത്തത്? ഇവിടെ എന്താ അങ്ങനത്തെ ഇവർക്കൊന്നും തോന്നാത്ത എന്താ? ഞാനടക്കം ഇവിടെ ചെയ്ത വിവരം അറിയും. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്, ഇവിടുത്തെ ശിക്ഷ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കുരുത്തക്കെട് ചെയ്യാൻ പോണതിന് മുന്നേ നമ്മൾ ആലോചിക്കും, നമ്മളെ കുടുംബം, നമ്മളെ കൂട്ടം, നമ്മൾ വഷളാവും, മോശമാവും എന്നുള്ളത് അല്ലേ? ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. എന്നാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയല്ലേ നാട്ടിലുള്ളതും. അവർക്ക് എന്താ അതൊന്നും ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? അവിടെ ശിക്ഷയില്ല, അവിടെ നിയമം ഇല്ല, അവിടെ പൈസ ഉള്ളവനിക്ക് എന്തും ആവാം. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്തിട്ട് ഇറങ്ങാം. അതുകൊണ്ടാണ്. അപ്പൊ അതൊരു അത്ഭുതമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ നല്ല വീഡിയോസിനൊക്കെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക, കമന്റ് ഇടുക. ഫോളോ ചെയ്യാത്തവരെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നിങ്ങളെ നിർദ്ദേശങ്ങളും നിങ്ങളെ ഇതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കും. ഓക്കെ.